ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിത്തലി റാണിയൊക്കെ പഠിച്ചല്ലോ. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് 13 സോ അഭിമാനി ബാലക്. സ്വന്തമായി എന്താണെന്ന് പറഞ്ഞാൽ സോ അഭിമാനി ബാലക്, അഭിമാനിയായിട്ടുള്ള ഒരു ബാലകന്റെ കഥയാണ് നമ്മൾ ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആജ് സേ കൈ വർഷ് പഹലെ കി ബാത് ഹെ. ഇതെന്താണെന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. गंगा नदी के किनारे एक छोटे सा निर्धन बालक बहुत सी उदास बैठ हुआ था. गंगा नदी के किनारे, गंगा नदिയുടെ തീരത്ത് एक छोटे सा निर्धन बालक बहुत उदास बैठा हुआ था. എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഉദാസനായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സങ്കടത്തോടു കൂടിയ ഒരു കുട്ടി ഗംഗാ നദിയുടെ തീരത്ത് ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ പറയുന്നത്. साथ में उनके कई साथी भी थे. അവന്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ്മാരും ഉണ്ട്. സബി വിദ്യാലയ സേ വാപസ് കർ ജാ രഹേ തേ. എല്ലാവരും എന്താണ് സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന സമയമാണ്. ഗംഗാ നദി പാർ കർനെ കേ ലിയേ വേ നാവ് മേ ബൈഠ് ഗയേ. അങ്ങനെ ഗംഗാ നദി കടക്കാൻ വേണ്ടിയിട്ട് ഒരു നാവ് അവിടെ ഉണ്ട്. മനസ്സിലായോ? നാവ് എന്താണ്? ഒരു തോണി. ഉസ് ബാലക് കെ പാസ് നാവ് വാലെ കോ ദേനെ കെ ലിയേ പൈസ നഹി തേ. ഈ കുട്ടിയുടെ കയ്യിൽ മാത്രം എന്താണ് തോണിക്കാരന് കൊടുക്കാനുള്ള പൈസ ഈ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സാത്യം ने उससे चुपचाप नाव वाले की आंख बजाकर नाव में बैठ जाने को कहा. साथियों ने उससे चुपचाप नाव वाले के आंख बजाकर नाव में बैठ जाने को कहा. അപ്പൊ ഫ്രണ്ട്സ്മാരൊക്കെ എന്ത് പറഞ്ഞു? കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കൂ ഇരിക്കൂ എന്ന് മറ്റുള്ള ഫ്രണ്ട്സ്മാരെല്ലാം ഈ കുട്ടിയോട് പറഞ്ഞു. ഏക് ധനി മിത്രനെ കഹാ, ദുഃഖി മത് ഹോനാ, मैं पैसे दे दूंगा, तुम बिना संकोच के नाव में बैठ जाओ. നീ വിഷമിക്കേണ്ട. ഒരു എന്താണ്, ഒരു പണക്കാരനായിട്ടുള്ള ഒരു കുട്ടി, ഒരു ധനി മിത്രനെ കഹ, ഒരു പണക്കാരനായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്താ പറഞ്ഞത്? ദുഃഖി മത് ഹോന, നീ സങ്കടപ്പെടേണ്ട. മേ പൈസ ദേ ദൂങ്ക, ഞാൻ നാവാലേക്ക് പൈസ കൊടുത്തോളാം. തും ബിനാ സങ്കോചിനെ നാവ് മേ ബൈഠ് ജാവോ, എനിക്ക് ഒരു മടിയും കൂടാതെ നീ വന്ന് തോണിയിൽ കയറിക്കോളൂ എന്ന് ആ കുട്ടി പറഞ്ഞു. ബാലക് ने उसे धन्यवाद दिया. ബാലക് അപ്പം എന്ത് പറഞ്ഞു? അതുകൊണ്ട് താങ്ക്സ് പറഞ്ഞു. എന്നിട്ട് ഉനോനെ കഹാ നഹി മേം ഐസാ നഹി കർ സക്ത. വേണ്ട, താങ്ക്സ്, നീ ഇങ്ങനെ പറഞ്ഞതിന് താങ്ക്സ്, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്താണ്? വരാണസി കെ പാസ് ഗംഗാ നദി ഇത്തനി ലംബി ചൗടി തീ. എന്താണെന്ന് പറഞ്ഞാൽ വരാണസിയിലൂടെ ഈ ഗംഗാ നദി പറയുന്നത് വലിയ എന്താണ്, നല്ല വീതിയേറിയതും അതുപോലെ തന്നെ നീളമുള്ളതുമാണ്. കൊയ് ഉസേ തയർ കർ പാർ നഹി കർ സക്താ താ. എന്താണ് ശരി, അത് മുറിച്ചു കടക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമില്ല. ഉസ് ചോട്ടെ സേ ബാലക് ने एक निश्चय कर लिया थी, वे किसी से सहायता नहीं मांगेगा. എന്താണെന്ന് പറഞ്ഞു? उस छोटे से बालक ने നിശ്ചയ കർ ലിയാ താ. എന്താണെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു നിശ്ചയം ഉണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ വ കിസി സേ സഹായത നഹി മഗേങ്ക, ഞാൻ ആരുടെയും എന്താണ് വെറുതെ ഉള്ള സഹായം സ്വീകരിക്കാറില്ല. ജബ് സബ് സാത്തി നാവ് മേ ചലേ ഗയേ, എല്ലാവരും എന്ത് ചെയ്തു? ആ തോണിയിൽ കയറി എല്ലാവരും പോയി. तब उस साहसी बालक ने गंगा में को प्रणाम किया और पानी में कूद पड़ा. അപ്പോൾ ഈ കുട്ടി മാത്രം എന്താണ്, കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ആ തോണിയിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും തോണിയിൽ കയറിപ്പോയപ്പോൾ ഈ കുട്ടി എന്താ ചെയ്തത് നോക്കൂ. ഗംഗാ നദിയിൽ എന്ത് ചെയ്തു? ബാലക് ने गंगा मां को प्रणाम किया. എന്താണ്? ഗംഗാ നദിയോട് പ്രണമിച്ചുകൊണ്ട് അവർ പാനി മേ ഗുത്പട, വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. देखते देखते वक्त दूसरे किनारे पहुंचा और घर चला गया. അങ്ങനെ നീന്തി എവിടേക്ക് എത്തി? ഗംഗാ നദി കടന്ന് വീട്ടിലേക്ക് പോയി. जातने हो भला एक बहादुर बालक कौन हो सकता है. जानते हो, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്താണെന്ന് പറയാം. ബലായക്, ഇത്രയും ബലവാനായിട്ടുള്ള കുട്ടി ആരാണ്? ബഹാദൂർ ബാലക്.
കോൻ സോ സക്താ ഹെ ശ്രീമതി. അപ്പൊ എന്താ, ആരാണ് ഈ ബഹദൂർ ശാസ്ത്രി? അതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇല്ലേ, ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ ശ്രീമതി രാം ദുലാരി ദേവി ഔർ ബി ശാരദ പ്രസാദ് ജി കി ബേട്ടാ താ. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ സർദാർജിയുടെ എന്താണ്, ബഹാദൂർ ശാസ്ത്രിയുടെ അച്ഛൻ ആരാണ്, അമ്മ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ ആരാ? ശ്രീമതി രാം ദുലാരി ദേവി. എന്താണ് അമ്മയുടെ പേര്? രാം ദുലാരി ദേവി. അച്ഛൻ ആരാ? ശ്രീ सरदार प्रसाद जी का बेटा था, जो आगे चलकर लाल बहादुर शास्त्री का नाम से प्रसिद्ध हुआ. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന പേരിലാണ് എല്ലാവരും ഈ ബാലൻ അറിയപ്പെട്ടിരുന്നത്. ലാൽ കാ അർത്ഥ ഹേ പുത്ര और ബഹാദൂർ കാ അർത്ഥ ഹേ സാഹസി. അപ്പൊ ലാൽ ബഹാദൂർ എന്ന പേരിന്റെ മീനിങ് ആണ് പറയുന്നത്. ലാൽ പറഞ്ഞാൽ എന്താണ്? लाल का अर्थ है पुत्र और बहादुर का अर्थ है साहसी. ലാൽ എന്ന് പറഞ്ഞു പറഞ്ഞാൽ പുത്രനാണ്, സാഹസി എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്താ പറയാ, ബഹാദൂർ എന്ന് പറഞ്ഞാൽ സാഹസി എന്നാണ്. ഈ പ്രഹാർ സച്ച് അർത്ഥമേം വഹ് വീരപുത്ര. അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ വീരനായിട്ടുള്ള പുത്രൻ എന്നാണ്. ശാസ്ത്രി ജി കാ വിവാഹ് ബഹുത് കി സാധാരണ ലഡ്കി ലളിത സേ ഹുവാ താ. ഇനി ശാസ്ത്രിജിയുടെ വിവാഹം നടന്നത് സാധാരണ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയുമായിട്ടാണ്. ആ കുട്ടിയുടെ പേരാണ് ലളിത. ലളിത എന്നാണ്. സാഹസി പതിവ്രത ധാർമ്മിക് और उच्च विचारों की महिला थी. ഇനി എങ്ങനെയുള്ള കുട്ടിയായിരുന്നു ലളിത എന്ന് പറഞ്ഞ സാഹസി പവിത്രത ധാർമ്മിക് और उच्च विचारों का महिला थी. നല്ല ഒരു സാഹസികതമായിട്ടും പവിത്രമായിട്ടുള്ള നല്ല എന്താണ് പവിത്രമായിട്ടുള്ളവും ധാർമ്മികത എല്ലാവരെയും നന്നായിട്ട് സഹായിക്കുകയും അതേമാതിരി തന്നെ നല്ല വിചാരങ്ങളും നല്ല വിചാരങ്ങളും എല്ലാം ഉള്ള കുട്ടിയായിരുന്നു ലളിത. हमारे देश का प्रथम प्रधानमंत्री पंडित जवाहरलाल नेहरू के बाद शास्त्री जी देश का दूसरा प्रधानमंत्री बने. അങ്ങനെ ഫസ്റ്റ് പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന് ശേഷം സെക്കൻഡ് പ്രധാനമന്ത്രി ആയിട്ട് ആര് സ്ഥാനമേറ്റു? ലാൽ ബഹദൂർ ശാസ്ത്രി. उनका जन्म 2 अक्टूबर 1904 को മുഗൾ ലാരക്കെ ഗരീബ് പരിവാർ में हुआ था. അപ്പോൾ ജന്മാണ് പറയുന്നത് എപ്പോഴാണ് ശാസ്ത്രി ജനിച്ചത്. उनका जन्म 2 अक्टूबर 2 1904 1904 മുഗൾ സരായ്ക്ക് മുഗൾ പറഞ്ഞു പറഞ്ഞാൽ മുസ്ലിം കുടുംബത്തിൽ ഗരീബ് പരിവാർ കെ ഹുവാ താ. എന്താണെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ആര് ജനിച്ചത്? ശാസ്ത്രി ജനിച്ചത്. സദാ ജീവൻ ഉच्च വിചാർ ജയ് ജവാൻ ജയ് കിസാൻ ആദി ഉൻകെ ആദർശത്തെ. ഇനി ശാസ്ത്രിജിയുടെ ആദർശങ്ങൾ ഏതൊക്കെയായിരുന്നു? സദാ ജീവൻ ഉच्च വിചാർ. എന്താണ്? സദാ ജീവൻ ഉच्च വിചാർ. പിന്നെ ജയ് ജവാൻ ജയ് കിസാൻ. ഇതാണ് ശാസ്ത്രിജിയുടെ ആദർശങ്ങൾ. ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഉൻകാ വ്യക്തിത്വം. ഇനി അവരുടെ വ്യക്തിത്വം എങ്ങനെയായിരുന്നു? ശാസ്ത്രിജിയുടെ വ്യക്തിത്വം എങ്ങനെയുള്ളതായിരുന്നു? ശാന്ത് ഗംഭീർ മൃദു और संकोचित. ഇനി എങ്ങനത്തെയുള്ള എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഉൻകാ വ്യക്തിത്വം എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ശാന്തമായിട്ടുള്ള വ്യക്തിയായിരുന്നു, ഗംഭീരമായിരുന്നു. ശാന്തനാണെങ്കിലും എങ്ങനെയായിരുന്നു? ഗംഭീരമായിട്ടുള്ളതായിരുന്നു. മൃദു എല്ലാവരോടും സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നതായിരുന്നു. അവർ സങ്കോചിത. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ് ഒരു സങ്കോചം, മടി, മറ്റുള്ളവരോട് ഒരുപാട് ഇടപഴകാനൊക്കെ ഒരു മടിയുള്ള കൂട്ടത്തിലും ആയിരുന്നു. ഇനി എന്താണെന്ന് പറഞ്ഞാൽ 11 जनवरी सन 1967 की रात को शास्त्री जी का निधन हुआ. ഇനി എപ്പോഴാണ് മരിച്ചത്? സൺ 1966 1966 ജാനുവരിയിലാണ്. ജാനുവരി 1966 की रात को വൈകുന്നേരം शास्त्री जी को निधन हुआ. भारत के लाल बहादुर देश के लिए जिए और देश के लिए मरे. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി ദേശത്തിന് വേണ്ടി ജീവിച്ചു, ദേശത്തിന് വേണ്ടി തന്നെ മരണമടഞ്ഞു. सारा जग उनकी
सत्यनिष्ठ के आगे अपने सिर उगाना है। शांति के पुजारी के रूप के उनका नाम संसार में अमर हो गया। ഇനി എന്താണെന്ന് പറഞ്ഞാൽ सारा जग उनकी सत्यनिष्ठ को आगे अपने सिर गुहाता था. എന്താണെന്ന് പറഞ്ഞാൽ തല ഉയർത്തി നിൽക്കാം. അയാളുടെ സത്യനിഷ്ഠയില് എല്ലാവരും എന്താണ് തല ഉയർത്തി പിടിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും നല്ല സത്യനിഷ്ഠയുള്ള ആളായിരുന്നു. ശാന്തിക്ക് പൂജാരിക്ക് രൂപമേം ശാന്തിയുടെ ഒരു മൂർത്തിപരം അത്രയും ശാന്ത സ്വഭാവമുള്ള ആരായിരുന്നു ശാസ്ത്രിജി. ഉൻകാ നാം സംസാർ മേം അമർ ഹോ ഗയേ. ഇപ്പോഴും മരണമില്ലാതെ എന്താണ് ശാസ്ത്രിജി എന്ന് പറഞ്ഞാൽ ശാന്തത്തിന്റെ പര്യായമാണ് എന്ന രീതിയിൽ ഇപ്പോഴും മരണമില്ലാതെ ഇപ്പോഴും ശാസ്ത്രിജി ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ശാസ്ത്രിജിയെ കുറിച്ച് പറയാനുള്ളത്.